ഇന്നൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. കാരണം ഒത്തിരി പേർക്ക് ഹെയർ ഫോൾ കാരണം, ഹെയറിൻ്റെ ഡാമേജസ് കാരണം ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്നതായിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു, പേഴ്സണൽ മെസ്സേജ് ഇട്ടു, അല്ലാതെ കമൻസിലൂടെയൊക്കെ അറിയിച്ചു. അതിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഇതാണ് പ്രോട്ടീൻ സ്പ്രേ. ഇത് മാട്രിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോട്ടീൻ സ്പ്രേ ആണ്. ഇതുപോലെ ഒരുപാട് കമ്പനികളുടെ പ്രോട്ടീൻ സ്പ്രേ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്കാൽപ്പിനുള്ള പ്രോട്ടീൻ സ്പ്രേ ആണ് ഇത്. ഇത് നമ്മുടെ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യുകയും നമ്മുടെ ഹെയറിൻ്റെ ഡാമേജസ് എല്ലാം മാറ്റി നമ്മുടെ സ്കാൽപ്പും നമ്മുടെ ഹെയറും എല്ലാം ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിന് നമ്മളെ ഇത് സഹായിക്കും. ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു മിറാക്കിൾ പോലെയാണ് നമുക്കിത് ഫീൽ ചെയ്യുക. അത്ര നല്ലൊരു റിസൾട്ടാണ് ഇതിന്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ ഷാംപൂ കണ്ടീഷണർ ഇട്ട് അതേ ഷാംപൂ ഇട്ട് സ്കാൽപ്പ് ഈ ഒരു പ്രോട്ടീൻ സ്പ്രേ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പ് നല്ല വൃത്തിയുള്ള സ്കാൽപ്പായിരിക്കണം. അതായത് ഷാംപൂ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഹെയർ നന്നായി ഉണങ്ങിയതിന് ശേഷം, വെറ്റ് ഹെയറിൽ ഒരിക്കലും പ്രോട്ടീൻ സ്പ്രേ ചെയ്യാൻ പാടില്ല. ഹെയർ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഹെയർ സ്കാൽപ്പിൽ പാർട്ടീഷൻ തിരിച്ചിട്ട് ഇതൊരു ലോക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ലോക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഒരു 5 to 8 ഇഞ്ച് നമ്മുടെ ഹെയറിൽ നിന്നും, അതായത് നമ്മുടെ സ്കാൽപ്പിൽ നിന്നും ഒരു 5 to 8 ഇഞ്ച് വരെ നമ്മൾക്ക് ദൂരത്തിൽ വേണം ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ഒരിക്കലും ഇത് സ്കാൽപ്പിൻ്റെ തൊട്ടടുത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഫസ്റ്റ് നമ്മുടെ സ്കാൽപ്പ് എല്ലാം പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞ് നമ്മുടെ ഫുൾ സ്കാൽപ്പിലും ഫസ്റ്റ് സ്പ്രേ ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഹെയറിൻ്റെ റൂട്ട്സ് മുതൽ ഹെയറിൻ്റെ എൻഡ് വരെ ഇങ്ങനെ കുറച്ച് ദൂരത്ത് നിന്ന് വേണം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ഈ ഒരു സ്പ്രേ മാത്രമല്ല, നമ്മുടെ ഹെയറിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ സ്പ്രേയും, ഇപ്പോൾ നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുന്നുണ്ട്, ഷൈനിങ് സ്പ്രേ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ പലതരം സ്പ്രേസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഏത് സ്പ്രേ ആണെങ്കിലും ഒരിക്കലും നമ്മുടെ ഹെയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാൻ പാടില്ല. മിനിമം ഒരു 5 to 8 വിട്ടിട്ട് വേണം നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അതിങ്ങനെ ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഫിംഗർ കൊണ്ട്, ഈ ഒരു ഫിംഗറിൻ്റെ ടിപ്സ് കൊണ്ട് സ്കാൽപ്പിൽ നന്നായിട്ട് ഒരു 5 മിനിറ്റ്സ്, 2 to 5 മിനിറ്റ്സ് മിനിമം സ്കാൽപ്പ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഹെയർ ഫോൾ ഉള്ളവർ ഭയങ്കര പ്രസ് ചെയ്ത് മസാജ് ചെയ്യരുത്, പ്രസ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കണം. നമ്മുടെ റൂട്ട്സ്, അതായത് ലൂസായിട്ട് ഇരിക്കുന്ന ക്യൂട്ടിക്കൽസ് എല്ലാം നന്നായിട്ട് ടൈറ്റ് ആവുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ജസ്റ്റ് സ്കാൽപ്പിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് ഫുള്ള് നമ്മൾ അതേപോലെ പ്രസ് ചെയ്ത് ഒരു 2 മിനിറ്റ് മതി. പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹെയറിലേക്ക് ഈ ഒരു സ്പ്രേ ഇങ്ങനെ തന്നെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ ലിവ് ചെയ്യാം. 2 ടൈപ്പ് പ്രോട്ടീൻ സ്പ്രേ ആണ് നമ്മൾക്ക് കിട്ടുന്നത്. അതായത് ഒന്ന് സ്കാൽപ്പിലും ഹെയറിലും സ്പ്രേ ചെയ്തിട്ട് വാഷ് ചെയ്യാത്തതും, എന്നാൽ സ്പ്രേ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ചെയ്യുന്നതുമായിട്ടുള്ള 2 ടൈപ്പ് പ്രോട്ടീൻ സ്പ്രേ ആണ് ഉള്ളത്. അത് നമ്മൾ നോക്കണം. ഇതിനകത്ത് ബോട്ടിൽ എഴുതിയിട്ടുണ്ടാവും ഈ സ്പ്രേ യൂസ് ചെയ്ത് അപ്പം തന്നെ ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയണം എന്ന്. ഈ സ്പ്രേ ആണെങ്കിൽ വാഷ് ചെയ്യണ്ട, നമ്മൾക്കത് ലീവ് ചെയ്യാം. വീക്കിലി 2 പ്രാവശ്യം, ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് നമ്മൾ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ ഒരു സ്പ്രേ നമുക്ക് യൂസ് ചെയ്യാം. ശരിക്കും ഹെയർ ഫോൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ പ്രോട്ടീൻ സ്പ്രേ. നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു 2 വീക്സ് കഴിയുമ്പോൾ, നമ്മൾ ഏതൊരു സാധനം യൂസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾക്കൊരു റിസൾട്ട് നിങ്ങൾ വിചാരിക്കരുത്. മിനിമം ഒരു 2 വീക്സ് എങ്കിലും നമ്മളത് യൂസ് ചെയ്യണം. 2 വീക്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.